നമ്മുടെ ഹോളിഡേ ട്രിപ്പ് തുടങ്ങിയാണ്. നമ്മൾ വാബർട്ടണിലേക്കാണ് ആദ്യം പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയിൽ തുടങ്ങിയ വീഡിയോ ആണിത്. അപ്പം നമ്മൾ അവിടെ നമ്മൾ താമസിക്കാൻ പോകുന്ന ഹോട്ടലിലെത്തി. വണ്ടിയിൽ നിന്ന് സാധനങ്ങൾ ഇറക്കുവാണ്. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസാണ്. മൗണ്ടനൊക്കെ കണ്ടില്ലേ. ഇവിടെ മോട്ടലാണ് ഇന്ന് തങ്ങുന്നത് കേട്ടോ. അതിൻ്റെ ഫ്രണ്ടിലുള്ള പ്രകൃതി മനോഹാരിതയാണിത്. എസ്തർ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ വന്ന് നിൽക്കണതാണ്. നല്ല വെതറുമാണ് കേട്ടോ. പിന്നെ അധികം ആൾക്കാരില്ല, കുറച്ചൊരു 3-4 ഫാമിലി ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ചുമ്മാ അവിടെയുള്ള മരങ്ങളുടെയൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത്. എന്ത് പൊക്കത്തിലുള്ള മരങ്ങളാണ്, എന്നാലും നമുക്ക് ആകാശം നല്ല തെളിഞ്ഞ് കാണാം. അങ്ങനെ അപ്പം ഞാൻ ചുമ്മാ ഒന്ന് നടക്കാനിറങ്ങി അതിൻ്റെ പരിസരങ്ങളൊക്കെ കാണാനായിട്ട്. നല്ല രസമുള്ള ചെടികൾ, നമ്മുടെ നാട്ടിലുള്ള ഒരു ടൈപ്പ് ചെടി പോലെ എനിക്ക് തോന്നി. അത് കാരണം ഞാൻ ഈ വീഡിയോ ഒന്ന് ക്ലോസപ്പായിട്ട് എടുത്തതാണ്. വെതർ നല്ലതായതുകൊണ്ട് ഞാനും ഉച്ചാനും ഒന്ന് ഈവനിങ്ങിൽ ചുമ്മാ നടക്കാനും പോയേ. അപ്പം ചില സ്ഥലങ്ങളുടെയൊക്കെ ചെന്ന് ചുമ്മാ ഒന്ന് വീഡിയോ എടുത്തു. അപ്പോൾ നമ്മൾ ഈ ക്യാമ്പ് ഫയർ ചെയ്യുന്ന സ്ഥലം കണ്ടു. അപ്പോൾ നമ്മൾ ഓർത്തു നൈറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് വന്ന് ക്യാമ്പ് ഫയർ ചെയ്യാൻ. അതിനുള്ള എല്ലാ സാധനങ്ങളും തന്നെ അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ റൂമിനോട് അടുത്തുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇരിക്കാനുള്ള ചെയറുകളുണ്ട് അവിടെ. പിന്നെ കുറേ വുഡ് കിടപ്പുണ്ട്, മാച്ച് ബോക്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ രാത്രിയാകുമ്പോൾ വരും. നല്ല രസമുണ്ടായിരുന്നു ചെടിയിലെ പൂക്കളൊക്കെ കാണാനായിട്ട്. അപ്പം ഞാനിതൊക്കെ കണ്ടപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് കണ്ടപ്പം അതിൻ്റെ ഉള്ളിൽ എന്താണ് എന്ന് നോക്കാൻ വേണ്ടി പോയതാണ്. അപ്പം ഞാൻ തന്നെയാണ് ഇറങ്ങി വന്നത്. ഞാനതിന് ഇച്ചാനൊരു പൂവും കൊണ്ടുവന്നു. ഈ വീഡിയോയിൽ അത്ര ഭംഗിയായിട്ട് നമുക്ക് തോന്നുന്നില്ലെങ്കിലും നല്ല മനോഹരമായൊരു പൂവായിരുന്നു കേട്ടോ അത്. ഇത് ശരിക്കും ഈ ഫയർവുഡ് അതിന് ഈ ക്യാമ്പ് ഫയറിനൊക്കെ വേണ്ടിയിട്ട് അവരിട്ടതാണ്. പക്ഷേ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടത് വേറെയും ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ നമ്മളതാണ് ആക്ച്വലി യൂസ് ചെയ്തത്. കുറേ ഫേൺ ട്രീസ് കണ്ടോ. നമ്മുടെ മോട്ടലിൽ നിന്ന് നോക്കിയാൽ നല്ല ഭംഗിയുള്ള മലകളും ഒക്കെ കാണാം. അപ്പുറം കുറേ കാറ് കിടക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ അവിടെ അടുത്തായിട്ട് ആളുകൾ കുറേ പേര് ടെൻ്റ് അടിച്ച് ഈ ഹോളിഡേ എൻജോയ് ചെയ്യാൻ വന്ന ആളുകളാണ്. അങ്ങനെയുണ്ട്. അപ്പം നമ്മളെ താമസം മോട്ടലിൽ ആക്ച്വലി ഒത്തിരി പലതരത്തിലുള്ള ഈ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. രാത്രിയായപ്പം നമ്മൾ ഇങ്ങനെ ഒന്ന് ഇറങ്ങി ക്യാമ്പ് ഫയറിനുള്ള സെറ്റപ്പൊക്കെ നമ്മൾ കണ്ടുവച്ചായിരുന്നല്ലോ. അപ്പം ഞങ്ങൾ 4 പേരേ ഉള്ളൂ, എന്നാലും ഒരു ഫാമിലി എൻജോയ്മെൻറ്റ്. അപ്പം നമ്മൾ ഫുഡെല്ലാം ആക്ച്വലി കഴിച്ച് കഴിഞ്ഞിട്ടായിരുന്നു വന്നത്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ക്യാമ്പ് ഫയറൊക്കെ ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു. ഈ മരങ്ങളിങ്ങനെ ഈ വിറകുകളിങ്ങനെ കത്തുന്നത് കാണുമ്പം ശരിക്കും എൻ്റെ കൊച്ചിലെ എൻ്റെ ഗ്രാൻഡ് പേരൻസ് ഞങ്ങളുടെ വീട്ടിൽ വന്ന സമയത്ത് അവർ പക്ഷേ ആക്ച്വലി വെളുപ്പിനായിരുന്നു കേട്ടോ. അമ്മ ഇങ്ങനെ കരിയിലയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ കത്തിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ ഇങ്ങനെ കസേരയൊക്കെ എടുത്തുകൊണ്ട് പോയി അതിൻ്റെ ചുറ്റും ഇരുന്ന് അവിടെ ഇരുന്ന് ബ്രഷൊക്കെ ചെയ്യുന്നത് ഞാനിങ്ങനെ ഓർത്ത്. നമ്മൾ വർത്തമാനമൊക്കെ പറഞ്ഞു. അങ്ങനെ ചെറിയ പാട്ടൊക്കെ വെച്ച് ഞാൻ എൻ്റെ ഓഡിയോ ഒക്കെ മ്യൂട്ട് ചെയ്ത് വെച്ചതാണ്. വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ച്. ഇരുട്ട് കാരണം കേട്ടോ ഞങ്ങളെ കാണാൻ പറ്റാതെ. നമ്മൾ ശരിക്കും 4 പേര് ഇരുന്നുകൊണ്ട് ഞങ്ങൾ ചുമ്മാ അന്താക്ഷരിയൊക്കെ കളിച്ചു, പാട്ടൊക്കെ പാടി നമ്മുടെ സായാഹ്നം അങ്ങനെ എൻജോയ് ചെയ്തു. ചെറിയ ഒരു തണുപ്പത്ത് ഈ ഒരു ചൂടടിക്കുമ്പോൾ ഒരു നല്ല ഫീലായിരുന്നേ. ശരിക്കും കുറച്ച് അധികം നേരം നമ്മൾ ആ ക്യാമ്പ് ഫയറിൻ്റെ അവിടെ ഇരുന്നായിരുന്നു. അങ്ങനെ നല്ല ഒരു ഈവനിങ്ങിന് ശേഷം നേരം വെളുത്തു. നമ്മൾ ചെറിയൊരു ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റോടുകൂടെ നമ്മുടെ പിറ്റേ ദിവസം നമ്മൾ ആരംഭിച്ചു. അപ്പം ഞാൻ ഓക്കെ, എന്നെ കാണാമല്ലോ. ഞാൻ ചുമ്മാ എന്തെങ്കിലും ഈ വീഡിയോ ഇറക്കുവാണെങ്കിൽ എന്നെയും കിട്ടിക്കോട്ടെ എന്നോർത്ത് വീഡിയോ എടുത്താണ്. ഓക്കെ, എല്ലാവരും ഒരു ഹായൊക്കെ പറഞ്ഞു. എസ്തേറും ചായനും ജോർജിയും. അപ്പം നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് നമ്മൾ അടുത്ത ട്രിപ്പ് പിന്നെയും തുടങ്ങി. നമ്മൾ മേരീസ്വില്ലിലേക്കാണ് അടുത്ത നമ്മുടെ യാത്ര. നല്ല രസമുണ്ട്. ആ ഫേൺ ട്രീസൊക്കെ ഇങ്ങനെ നിൽക്കുന്നതാണ് തന്നെ വേറൊരു ഫീലാണ്. പിന്നെ ഏറ്റവും നല്ലൊരു ബ്ലെസ്സിങ് നമ്മുടെ ഈ ട്രിപ്പിൽ ബ്യൂട്ടിഫുൾ വെതറായിരുന്നു കേട്ടോ. ആവശ്യത്തിന് വെയിൽ, തണുപ്പ് വേണ്ട സമയത്ത് നമുക്ക് തണുപ്പ്. അങ്ങനെ നമ്മൾ വണ്ടിയിലെ പാട്ടൊക്കെ വെച്ച് കേട്ട് നമ്മുടെ യാത്ര ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു. ചില സ്ഥലത്ത് ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ എടുക്കുമ്പോൾ അത്ര അങ്ങോട്ട് ഭംഗിയായില്ല. നമ്മുടെ ഓസ്ട്രേലിയയുടെ ഒരു കൊച്ചു ഗ്രാമാന്തരീക്ഷമാണ് ഇതൊക്കെ കേട്ടോ.
ഇങ്ങനെ തുറന്ന് വിശാലമായി കിടക്കുന്ന കുറേ സ്ഥലങ്ങൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കുറേ ഉണ്ടാവും. പക്ഷെ ഭയങ്കര നീറ്റായിരിക്കും. വെച്ചാൽ അങ്ങനെ ഒരു കാട് പിടിച്ച് വൃത്തികേടായി കിടക്കുന്നില്ല. മരങ്ങളൊക്കെ തന്നെയാണെങ്കിൽ ഈ വീഡിയോയിൽ അത്രയും നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളൂ. ഇങ്ങനെ ഒരു വെട്ടി നിർത്തിയേക്കുന്ന പോലെ ഭംഗിയായി മെയിൻറ്റെയിൻ ചെയ്തത്. നല്ല പൂക്കളും ഒക്കെ ഉണ്ട്. ഈ വീഡിയോ ഇങ്ങനെ ഒത്തിരി ഫാസ്റ്റായി പോകുന്ന കാരണം അത് അത്ര അങ്ങോട്ട് ചില സ്ഥലത്തൊന്നും കാണിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ആളുകൾ ഈ ഹോളിഡേ ട്രിപ്പിന് വന്നവരെയൊക്കെ കാണാം. ഞാൻ ആക്ച്വലി ഈ നമ്മുടെ മുന്തിരിത്തോപ്പിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. അതിന് വരുമ്പോൾ നമുക്ക് കാണാം കൊച്ചു കൊച്ചു ഇങ്ങനെ ജലാശയങ്ങൾ, എന്താ പറയുക, വെള്ളം കെട്ടിക്കിടക്കുന്ന കൊച്ചു ലേക്കുകൾ. പിന്നെ കണ്ടപ്പോൾ എനിക്ക് മനോഹരം തോന്നിയ ചില സ്ഥലത്തേക്ക് ഞാൻ എടുത്തു. നമ്മുടെ കയ്യിൽ എപ്പോഴും ഇങ്ങനെ ഫോൺ പിടിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. നമ്മൾ വർത്തമാനമൊക്കെ പറഞ്ഞ് ഫണ്ണിയായിട്ട് ട്രാവൽ ചെയ്യുമല്ലേ. അപ്പം ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അതെല്ലാം കൂടെ ഞാൻ ഒന്ന് ടുഗദറാക്കി. ഓസ്ട്രേലിയയുടെ ഒരു ഉൾപ്രദേശങ്ങളൊക്കെ എങ്ങനെ ഇരിക്കുന്നു എന്ന് കാണേണ്ടവർക്കൊന്ന് കാണാം. അത്രയേ ഉള്ളൂ, അത്ര ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. നമ്മളിങ്ങനെ പോകുമ്പോൾ കുറേ സ്ഥലത്ത് ഇങ്ങനെ ശരിക്കും ഒരു കാട്, പിന്നെ ഇങ്ങനെ കുറേ ഇങ്ങനെ തുറന്ന് കിടക്കുന്ന ഒരു വിശാലമായ പറമ്പ്, പിന്നെ കാലികൾ മേയുന്നത്, പിന്നെ ചെമ്മരിയാട് മേയുന്നത്, അങ്ങനെയൊക്കെ ഒത്തിരി ഉണ്ട്. ഞാൻ കുറേയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. മിക്കവാറും ഇതിൽ അവിടെ ഇവിടെയൊക്കെ ആകുമ്പോൾ വരുമ്പോൾ കാണാം. എനിക്കറിയാം ഇപ്പോൾ ഇവിടെയൊന്നും വലിയ ഭംഗിയായിട്ട് നമുക്ക് തോന്നത്തില്ല. ഇനി നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നുണ്ടെങ്കിൽ റെഡ്വുഡ് ഫോറസ്റ്റാണ്. ഓക്കെ, ഈ റെഡ്വുഡ് ഫോറസ്റ്റിൽ അങ്ങനെ ആൾക്കാരധികം പേര് ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ ചെല്ലുന്ന സമയത്തൊന്നും. അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഒരു റെഡ്വുഡ് ഫോറസ്റ്റ്, ആ റെഡ്വുഡ് എന്ന് പറയുന്ന മരത്തിൻ്റെ ഒരു തോപ്പ്, അങ്ങനെ തന്നെ പറയാം. കുറേ നിൽക്കുന്നത് ഭയങ്കര പൊക്കമാണ്. ഞാൻ എൻ്റെ വീഡിയോയിൽ നമുക്ക് അത്രയും അങ്ങ് ഫീൽ ചെയ്തില്ലെങ്കിലും നല്ല പൊക്കമാണ്. കണ്ടോ നിൽക്കുന്നത്, നല്ല വിശാലമായ ആകാശം. അത് ഓസ്ട്രേലിയയിൽ ഒരു ഭയങ്കര പ്രത്യേകത. നമുക്ക് എവിടെ നിന്ന് നോക്കിയാലും നന്നായിട്ട് ആകാശം കാണാം. നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നില്ല അത്രയും അങ്ങോട്ട് എപ്പോഴും എല്ലായിടത്തും ആകാശം കാണാമെന്നുള്ളത്. അപ്പോൾ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ വീഡിയോ കാണിച്ചു തരാം. നമ്മൾ ഒത്തിരി അങ്ങോട്ട് ഉള്ളിലേക്ക് പോയില്ല, കാരണം അന്നേരം എസ്തറിൻ്റെ കാലിൽ പ്ലാസ്റ്റർ അങ്ങ് വെട്ടിയുള്ളായിരുന്നു. അപ്പോൾ ഒത്തിരി അങ്ങ് നടക്കാൻ പറ്റില്ലായിരുന്നു കൊച്ചിന്. അതുകൊണ്ട് കണ്ടോ മരത്തിൻ്റെ പൊക്കത്തിൻ്റെ വീഡിയോ ഞാൻ എടുത്തതാണ്. ഒരു റെഡ്വുഡ് തോപ്പെന്ന് തന്നെ പറയാം. ഇതിൻ്റെ ആ ഒരു ഗമ്മിന്, അതിൻ്റെ ഇങ്ങനെ ചെറുതായി പൊട്ടിച്ചതിൻ്റെ ഗമ്മിന് നല്ലൊരു കുന്തിരിക്കത്തിൻ്റെ മണമായിരുന്നു. ഇച്ചായനും എസ്തറും ജോർജിയൊക്കെ അവിടെ നിന്നുകൊണ്ട് ഓരോരുത്തർ വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കുന്ന തിരക്കിലാണ്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന കാരണം നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ല. നമ്മൾ ഒത്തിരി അതിൻ്റെ ഉള്ളിട്ട് പോയില്ല. ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. അതാണ് എല്ലാവരും പതുക്കെ ഒരു ജാക്കറ്റൊക്കെ എടുത്തിട്ടേക്കണത്. നല്ല മനോഹരമായിട്ട് നല്ല വൃത്തിക്ക് തോപ്പ് കിടക്കുന്നത് കണ്ടോ. അത് നമ്മൾ അടുത്തത് നമ്മൾ പോകുന്നത് യാര റേഞ്ചസ് നാഷണൽ പാർക്കിട്ടാണ്. അവിടെ നിന്ന് നമ്മൾ കുറച്ച് ദൂരമേ ഉള്ളൂ. നമ്മൾ അവിടെ നിന്ന് പോന്നു. നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ശരിക്കും മേരീസ്വില്ലാണ്. അപ്പം നമ്മൾ യാര റേഞ്ചസിലേക്ക് പോവുകയാണ്. സോറി കേട്ടോ, ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മേരീസ്വില്ല് വഴി ലേക്ക് ഈൽഡനാണ്. ഇത് ആക്ച്വലി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയ ട്രിപ്പാണ്. അത് തന്നെ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വിട്ടുപോയി. ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ യാര റേഞ്ചസ് നാഷണൽ പാർക്കിൻ്റെ അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ വളരെ തിരക്ക് കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. അവിടെയൊന്നും അങ്ങനെ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഒരു ഹോളിഡേ ആയിരുന്നുവെങ്കിലും മിക്കവാറും ഹോളിഡേയുടെ ഒരു എൻഡ് ആയിരുന്നു. അപ്പോഴേക്കും ആളുകളൊക്കെ തിരിച്ച് പോയി കാണുമായിരുന്നായിരിക്കും. അപ്പോൾ വണ്ടിയുടെ മുമ്പിൽ ഇച്ചായനും ജോർജിയാണ് ഇരിക്കുന്നത്. ഞാൻ ഇന്ന് പുറകിലാണ് ഈ പ്രാവശ്യം ഇരുന്നത്. ഇത് കണ്ടോ, അവിടെ ഒരു ടെൻറ്റ് പോലെ കണ്ടോ. ആക്ച്വലി അത് ബാർബിക്യൂ ചെയ്യുന്ന സ്ഥലമാണ്. പിന്നെ അവിടെ ചെറിയ ടേബിളുകളും നമുക്കിരിക്കാനുള്ള സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ബാർബിക്യൂ എന്താണെന്ന് അറിയില്ലാത്തവർക്ക് വേണ്ടി ഞാൻ വേണമെങ്കിൽ പറയാം. അവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു നമ്മൾ സ്റ്റവെന്ന് പറയാമായിരിക്കും അല്ലേ. ഞാൻ കാണിച്ചിട്ട് അതിൻ്റെ ക്ലോസപ്പ് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഗ്യാസ് സപ്ലൈ എല്ലാം ഉണ്ടാവും. ജസ്റ്റ് ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ മതി, അതിൻ്റെ മേളിലിരിക്കുന്ന പ്ലേറ്റ് അങ്ങ് ചൂടാവും. അപ്പോൾ നമ്മൾ ഓൾറെഡി കുറച്ച് ചിക്കനും വേറെ മീറ്റും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മാരിനേറ്റ് ചെയ്ത് ഓൾറെഡി എല്ലാം റെഡിയാക്കിയാണ് കൊണ്ടുവന്നേക്കണേ. ജസ്റ്റ് കുക്ക് ചെയ്താൽ മതി. അപ്പം നമ്മളത് അതിൻ്റെ ആ പ്ലേറ്റിന് മേളിൽ വെച്ച് അതിങ്ങനെ ചൂടാക്കി കുക്ക് ചെയ്ത് നമ്മുടെ കയ്യിൽ വെള്ളവും കാര്യങ്ങളും എല്ലാം ഉണ്ട്, നമ്മൾ കഴിക്കും. എനിക്കൊന്ന് ബാർബിക്യൂ ഇപ്പം നാട്ടിൽ കോമൺ ആയി തുടങ്ങി. ഞാനിവിടെ വന്ന സമയത്തൊന്നും നാട്ടിലൊന്നും ഞാനിത് കണ്ടിട്ടില്ല. ഇപ്പം
2006 ഞാനിവിടെ വരുന്നത്. അപ്പം അന്നൊന്നും ഞാനിതൊന്നും നാട്ടിൽ കണ്ടിട്ടില്ല. പക്ഷേ എനിക്കൊന്നും ഇപ്പോൾ എല്ലാം തന്നെ നാട്ടിൽ കോമൺ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ആക്ച്വലി ആദ്യം കണ്ട ആ ബാർബിക്യൂ സ്പോട്ട് എടുത്തില്ല. പല സ്ഥലത്തും ഉണ്ടാവും ഈ നാഷണൽ പാർക്കിൻ്റെ. നമ്മൾ വേറൊരു സ്ഥലത്താണ് നമ്മൾ ചൂസ് ചെയ്തത്. എല്ലാം നല്ല നീറ്റായിരിക്കും. നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നല്ല നീറ്റായിട്ട് അതുപോലെ തന്നെ ക്ലീൻ ചെയ്ത് വേസ്റ്റ് ഒന്നും അവിടെ ഇടാതെ നമ്മൾ തന്നെ പാക്ക് ചെയ്ത് എടുത്തുകൊണ്ട് പോകും. ഇതൊരു നാഷണൽ പാർക്കാണ്. നമുക്ക് കാണാം, നല്ല വൃത്തിക്ക് തന്നെയാണ് കിടക്കുന്നത് എപ്പോഴും. അപ്പോൾ നമ്മളിങ്ങനെ നോക്കി നമുക്കിഷ്ടമുള്ള ഒരു ബാർബിക്യൂ സ്പോട്ട് ചൂസ് ചെയ്തു. ചില സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും. ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ട്രിപ്പായിട്ട് ഒത്തിരി പേര് 3-4 വണ്ടിയൊക്കെ ഒരുമിച്ച് വരുമ്പോഴൊക്കെ. ഇതിപ്പോൾ നമ്മൾ 4 പേര് മാത്രമേ ഉള്ളൂ. നമ്മളൊരു ഫാമിലി ആയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ പോകുന്ന ഒരു ട്രിപ്പാണ് ഇത്. നമ്മൾ ആദ്യം കണ്ട ആ ഒരു സ്പോട്ട് തന്നെയാണ്. നമ്മൾ ഓർത്ത് ഓക്കെ ഇവിടുത്തെ എങ്ങനെയുണ്ട്, ചില സ്ഥലത്ത് ചിലത് വർക്ക് ചെയ്തില്ലെങ്കിലോ എന്നൊക്കെ ഓർത്ത് നമ്മളൊന്ന് വന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും. അപ്പോൾ അതിനു വേണ്ടി ആക്ച്വലി വണ്ടി നിർത്തിയതാണ്. ജോർജി ഒന്ന് ഇറങ്ങിപ്പോയി നോക്കാൻ പോവാണ് അത് വർക്കിംഗ് ആണോ എന്നുള്ളത്. നമ്മൾ ആക്ച്വലി അത് ചൂസ് ചെയ്തില്ല. കാരണം വെച്ചാൽ അതിൻ്റെ അടുത്ത് വേറെ ഒരു സ്ഥലത്ത് ഈ പിള്ളേർക്കുള്ള ഊഞ്ഞാലയും കാര്യങ്ങളൊക്കെ ഉള്ള വേറൊരു കളിക്കാൻ പറ്റിയ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൊരു പാർക്കിനോട് ചേർന്ന് നിൽക്കുന്നൊരു ബാർബിക്യൂ സ്പോട്ട് കണ്ടു. ദസ്തേറാണ് ഊഞ്ഞാലയിൽ ആടുന്നത്. അവിടെ കുറച്ച് പിള്ളേർ അവിടെ കളിക്കുന്ന കണ്ടേ. അപ്പോൾ ഞാൻ അവരിങ്ങനെ അവരുടെ പേരൻസിനെ ഞാൻ കണ്ടില്ല. ഒരാളിങ്ങനെ പിള്ളേരെയൊക്കെ നോക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ ചൂസ് ചെയ്ത ബാർബിക്യൂ ചെയ്യാൻ വേണ്ടി നമ്മൾ ചൂസ് ചെയ്ത പ്ലേസ്. അപ്പോൾ ഇത് നോക്കുമ്പോൾ ആ മേളിലിരിക്കുന്ന പ്ലേറ്റാണ് ചൂടാകുന്നത്. ഈ ബട്ടൺ കണ്ടോ, 2-3 ബട്ടൺ. ജസ്റ്റ് അത് പ്രസ് ചെയ്താൽ മതി. കണ്ടോ, അപ്പോൾ ഇത് ഗ്രീൻ കളറായിട്ടുണ്ട്. അത് ആ ഗ്രീൻ കളറെന്ന് വെച്ചാൽ ഓണാണ്. അപ്പോൾ ഈ മേളിലത്തെ പ്ലേറ്റ് അത് ചൂടാവും. നമ്മൾ ജസ്റ്റ് ആ ഇച്ചാനിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ പ്രിപ്പയർ ചെയ്ത മീറ്റാണ്. അപ്പം അത് അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ചൂടാവും. ഇതാ പാർക്കിനകത്ത് ഉള്ള കുറച്ച് കാര്യങ്ങളാണ് കാണാൻ ഭംഗിയുള്ള. ഇവിടുത്തെ കുറച്ച് ഇതാണ് പൂമ്പാറ്റും പോസവും ഒക്കെയാണ്. പക്ഷേ നല്ല ഭംഗിയാണ്. വെച്ചാൽ ഒറ്റ മരത്തടിയിലാണ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. മരത്തിൻ്റെ തടിയാണ്. എസ്തറാണോ പറഞ്ഞിട്ട് വെളി കയറി ഇരുന്ന് നോക്കണത്. പിന്നെ എന്താ പറയുക, വെതർ നല്ലതായതുകൊണ്ട് നമുക്ക് ശരിക്കും ഒരു ബ്യൂട്ടിഫുൾ ഡേ ആയതുകൊണ്ട് നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റി. അവിടെ കുറേ വേറെ ഇങ്ങനെ അത് എനിക്കൊന്നൊരു 5-10 പിള്ളേരുണ്ടായിരുന്നു കളിക്കാനൊക്കെ ആയിട്ട് ആ പാർക്കിൽ. പക്ഷേ ഒരാൾ അവരെ നോക്കാനും ഉണ്ടായിരുന്നേ. ഇനിയിപ്പോൾ പേരൻസ് അവിടെ എങ്ങാനും ആക്കിയിട്ട് വല്ലയിടത്തോടും പോയതാണോ എന്ന് നമുക്കറിയില്ല. എനിക്കിഷ്ടപ്പെട്ടൊരു മരം കണ്ടപ്പോൾ എൻ്റെ മേപ്പിൾ ട്രീ ആണ്. എൻ്റെ ഇങ്ങനെ ഇലയുടെ കളർ റെഡായിട്ട് നിൽക്കുന്നുണ്ടോ, അത് തന്നെ ഞാൻ വീഡിയോ എടുത്ത്. നല്ല രസമുണ്ട്. ഓരോ മരങ്ങൾക്കും ഓരോ ഭംഗി. പക്ഷേ എനിക്കറിയില്ല, ഈ വീഡിയോയിലൊന്നും അത്ര ഒരു ഭംഗി തോന്നുന്നുമില്ല. അതാണ് വേറെ സത്യം. ഇങ്ങനെ കുക്ക് ചെയ്യാനുള്ളത് ഇത് ബേക്കിംഗ് പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വയ്ക്കുക ചെയ്തത്. അപ്പോൾ നമുക്ക് അത്രയും കുറച്ച് ക്ലീൻ ചെയ്താൽ മതി. ആ പേപ്പർ എടുത്ത് കളഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ ജോർജി അപ്പനെ സഹായിക്കുന്നതാണ്. ഓക്കെ, ഞാൻ എൻ്റെ സൂപ്പർവിഷന് വേണ്ടി വന്നതാണ്. ഇടയ്ക്കൊക്കെ ഒന്ന് ഞാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഞാനും മറിച്ചൊക്കെ ഇടും. ബാർബിക്യൂ എന്തുകൊണ്ടോ ഈ പുരുഷന്മാർ കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. ഞാനും എസ്തറും ഇടയ്ക്കൊക്കെ അത് കുക്ക്ഡായോ എന്ന് നോക്കാൻ വേണ്ടി മാത്രം വരുന്നവരാണ്. നമ്മൾ ഒത്തിരി സാധനങ്ങൾ കൊണ്ടുവന്നില്ലായിരുന്നു. സാധാരണ നമ്മൾ ബാർബിക്യൂ ചെയ്യുമ്പോൾ ഇത് ഓൾമോസ്റ്റ് കുക്കായി വന്നു തുടങ്ങി. നമ്മൾ ഒത്തിരി സാധനങ്ങൾ വെജിറ്റബിൾസും എല്ലാം കൊണ്ടുവരാറുണ്ട്. നമ്മളൊരു ഷോർട്ട് ട്രിപ്പിലൂടെ ഇടയ്ക്ക് നമ്മളൊന്ന് പ്ലാൻ ചെയ്തതായതുകൊണ്ട് ഓക്കെ. അവിടെ ടാപ്പിൽ വെള്ളം ഉണ്ടായിരുന്നു. അവിടെ ഒരു ടോയ്ലറ്റ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ ഈ നാഷണൽ പാർക്കിൽ. അപ്പോൾ അവിടെ അവർ കൈയൊക്കെ കഴുകി അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ബാർബിക്യൂ എല്ലാം നമ്മൾ ആസ്വദിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് അവിടെ നിന്ന് പാക്ക് ചെയ്ത്, ആക്ച്വലി അവിടെ വേറൊരു പാർക്കിനോട് ചേർന്ന് കുറച്ചുകൂടെ കളിക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. എൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ അവിടെ നിന്ന് നമ്മുടെ ട്രിപ്പ് പിന്നെയും തുടങ്ങി. അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അടുത്തത് ഈൽഡൻ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പം മേരീസ് വില്ല് എന്ന് പറയുന്ന വേറെ സ്ഥലത്തൂടാണ് നമ്മൾ പോകുന്നതും. അപ്പോൾ ഈൽഡനിലേക്ക് പോകുന്ന വഴിക്കുള്ള കുറച്ച് വീഡിയോസും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നാഷണൽ പാർക്കിൽ നിന്ന് തിരിച്ച് പോവുകയാണ്. നമ്മൾ പോകുന്ന വഴി നമുക്ക് കാണാം ആളുകൾ ഇങ്ങനെ ടെൻറ്റ് കെട്ടി ഈ ഹോളിഡേക്ക് വന്നവർ താമസിക്കുന്നത്. ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ചില സ്ഥലത്തൊന്നും റേഞ്ചില്ല. അപ്പോൾ ഇങ്ങനെ ടെൻറ്റൊക്കെ കെട്ടി താമസിക്കുന്നവർ ശരിക്കും ആ പ്രകൃതിയോട് മാക്സിമം
അലിഞ്ഞു ചേർന്ന് ജീവിക്കുന്ന ഒരവസ്ഥ എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ. ഇങ്ങനെ പിള്ളേരൊക്കെ ആണെങ്കിലും ഗാഡ്ജറ്റ്സിലൊന്നും നോക്കാതെ പരസ്പരം കളിച്ചും ചിരിച്ചും ആ ഒരു അവധി സമയം ചിലവഴിക്കുന്നത്. എനിക്കൊന്ന് ഇവിടെയാണ് നമ്മൾ പോണ വഴിക്ക് നമുക്ക് കാണാൻ പറ്റും ടെൻറ്റ് കേട്ടോ. അത് കണ്ടോ ചെറുതായിട്ട് കണ്ടോ. ഇവിടേക്ക് ഇവർ കിടക്കും രാത്രി, അതാണ് രസം. ആ കൊച്ച് ഇങ്ങനെ മറപോലെ കണ്ടോ, അതിനകത്ത് ഇങ്ങനെ ടെൻറ്റ് കെട്ടിയിട്ട് അതിനോടടുത്ത് ഇങ്ങനെ കുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്, ബാത്റൂമുണ്ട്, ടോയ്ലറ്റുണ്ട്, എല്ലാം ഉണ്ട്. നമ്മളാദ്യം കണ്ടത് അതുപോലെയുള്ള സൗകര്യങ്ങളൊക്കെ. ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. നമ്മളിതിനോടൊന്ന് വിട പറഞ്ഞ് നമ്മുടെ ഡെസ്റ്റിനേഷൻ ലക്ഷ്യമാക്കി നമ്മൾ പോവുകയാണ്. അവിടെ എനിക്കൊന്ന് വേറെ ടെൻറ്റാന്ന് തോന്നുന്നത്. അപ്പോൾ മിക്കവാറും ഈ ടെൻറ്റിൽ ഇവർ താമസിക്കുന്നിടത്ത് പിള്ളേരും ആവാം നമ്മളാ പാർക്കിൽ കണ്ടത്. അവർ കളിക്കാൻ വന്നതായിരിക്കും അവിടെ. ചിലരിങ്ങനെ കാരവൻ പാർക്കിൽ ഒക്കെ പോയി താമസിക്കും, കാരവനും കൊണ്ട് പോകും. അപ്പോൾ അതിനകത്ത് കാരവൻ എന്ന് പറയുമ്പോൾ വണ്ടിയോട് ചേർന്ന് തന്നെ ഇങ്ങനെ ഒരു ബെഡ്റൂം പോലെയും ബാത്റൂമും ടോയ്ലറ്റും എല്ലാം ഉണ്ടാവും. അപ്പോൾ എന്നിട്ട് അവരെ ആ വണ്ടി ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകും ആ കൊച്ചു വീടിനെ. എന്നിട്ട് ഇങ്ങനെ അവർ പോയി താമസിക്കും എവിടെയെങ്കിലും ദൂര സ്ഥലങ്ങളിലൊക്കെ പോയി. ഇത് ഈ ഗ്ലാസ്സിൽ പൊക്കിയിട്ടേക്കും. അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുമ്പം അതുകൊണ്ടാണ് മാർക്ക് ഇങ്ങനെ കാണാൻ പറ്റിയത്. അങ്ങനെ കൊച്ചു കൊച്ചു വീഡിയോസൊക്കെ എടുത്ത് നമ്മളിങ്ങനെ പോവുകയാണ്. ഗ്ലാസ്സിലുള്ള മാർക്കെല്ലാം വീഡിയോയിലും വന്നു. എനിവേ സൂര്യപ്രകാശം അടിക്കുന്നതും വരെ കിട്ടി. ഇത് നമ്മളൊരു ഡാം കാണാൻ വന്നായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് കണ്ടോ, ഡാം കണ്ടോ. ആ മലകളുടെ ഇടയ്ക്ക് ഇങ്ങനെ വെള്ളക്കെട്ട് പോലെ കിടക്കുന്നത്. പ്രകൃതി മനോഹരം. ആക്ച്വലി ഇതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി നല്ല നല്ല വേറെ സാധനം ഉണ്ടാകും. ഞാൻ എല്ലാത്തിൻ്റെയും വീഡിയോ എടുത്തില്ല. നമ്മളിങ്ങനെ ട്രിപ്പിന് പോകുമ്പോൾ ഈ ഫോണും പിടിച്ചുകൊണ്ട് ഏതുവരെ അങ്ങനെ ഇരിക്കണ്ടല്ലോ എന്നോർത്ത് ഒത്തിരി കാര്യങ്ങൾ ഞാൻ വീഡിയോ എടുത്തില്ല. പക്ഷേ എന്നിരുന്നാലും കുറച്ചൊക്കെ ഇൻക്ലൂഡ് ചെയ്തു. നല്ല ഭംഗിയായ ഡാം. ഞാൻ ആക്ച്വലി ഇറങ്ങിയില്ലായിരുന്നേ, പക്ഷേ ഇച്ചാനും ജോർജിയൊക്കെ ഇറങ്ങി ഒന്ന് ചുമ്മാ അതിൽ കൂടെയൊക്കെ നടന്നു. ഓക്കെ, ഇത് ഡ്രിങ്കിങ് വാട്ടർ ക്യാച്ച്മെൻ്റ് ആണ്. അപ്പം ഈ കുടിവെള്ളത്തിനുള്ളത് പോകുന്നത് ഇവിടെ നിന്നാണ്. നാച്ചുറൽ സ്പ്രിംഗ് വാട്ടറിൻ്റെ ഡാമാണത്. അവിടെ ഒരു മനുഷ്യരില്ല സത്യം പറഞ്ഞാൽ, നമ്മൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ട്രിപ്പ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുവാണ്. ഈ ഡ്രൈവ് ചെയ്ത് പോകുന്ന വഴിക്കുള്ള ഭംഗി, അതൊക്കെയാണ് ഇതിനകത്തെ ഒരു ഹൈലൈറ്റ്. പിന്നെ സ്കൂൾ ഹോളിഡേയുടെ സമയത്ത് പിള്ളേർക്കും ഒരു രസം. ഞാൻ ഏതൊരു ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എസ്തറിന് ചെറിയൊരു ബോറിങ്ങൊക്കെ വരും. എസ്തർ എൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചതാണ്. നമ്മൾ തിരിച്ച് പോവുകയാണ്. ആ ഡാം കാണാൻ വേണ്ടി പോയിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ് ആക്ച്വലി. ഈ ഓസ്ട്രേലിയയിൽ നമ്മൾ ഗ്രാമാന്തരീക്ഷങ്ങളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ബേസിക്കലി. വീടുകളൊന്നും അധികം ഇല്ല. ഇങ്ങനെയുള്ള നാച്ചുറൽ ഭംഗികൾ ആസ്വദിക്കാം. ഒരു വൃത്തിയും മെനയുണ്ട് എപ്പോഴും. ഇങ്ങനെ കാടടിച്ച് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഈ നാട്ടിലെ പോലെ അത്രയും മഴയില്ലാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ ഭയങ്കരമായിട്ട് പടർന്ന് പന്തലിച്ച് എല്ലാം കൂട്ടത്തോടെ ഒന്നുമല്ല, നീറ്റാണ്. അങ്ങനെ ഒത്തിരി അങ്ങോട്ട് പുല്ല് മെത്തി വളരുന്നുമില്ല. ഇപ്പോഴും അങ്ങനെ ഒത്തിരി മഴയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ നാട്ടിൽ ഈ മഴക്കാലം ഉള്ളതുകൊണ്ടായിരിക്കും എപ്പടി ഇങ്ങനെ പെട്ടെന്ന് ചെടികളൊക്കെ പെട്ടെന്ന് വളരുന്നതൊക്കെ. ഇതിൻ്റെ ഇടയ്ക്ക് നല്ല രസമുള്ള കുറേ പൂക്കൾ, പല കളറിലുള്ള ഇലകളുള്ള ചെടികൾ. മേപ്പിൾ ട്രീ എന്ന് പറയുന്ന നല്ല രസമാണ്. അതിൻ്റെ ആ ഇലയുടെ ഇങ്ങനെ ഒരു യെല്ലോയിഷ് വരും, പിന്നെ ഒരു റെഡ് വരും. എൻ്റെ വീഡിയോ അത്ര ഭംഗി എനിക്ക് തോന്നിയില്ല. പക്ഷേ ഈ മരങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതുണ്ട് റെഡ് കളറിലെ മേപ്പിൾ ട്രീ. അങ്ങനെയുള്ള കുറേ. അപ്പം ഇപ്പം നമ്മൾ പോകുന്നത് മേരീസ്വിൽ എന്ന് പറഞ്ഞ സ്ഥലമാണ് നമ്മൾ എത്തിയേക്കുന്നത്. നല്ല മനോഹരമായ, നമ്മളപ്പോൾ വണ്ടി നിർത്തിയായിരുന്നു.
അവിടെ നമ്മൾ ആക്ച്വലി ഒരു ഷോപ്പിലൊക്കെ പോയായിരുന്നു. അന്നേരം ഞാൻ നിർത്തിയപ്പോൾ എടുത്ത വീഡിയോ ആണ്. വണ്ടിയിൽ നമ്മളിങ്ങനെ ഓടിച്ചങ്ങ് പോകുമ്പം ആ വീഡിയോ നമ്മൾ എടുക്കുമ്പോൾ അത്രയും അങ്ങോട്ട് ക്ലിയറായിട്ട് കിട്ടുകയില്ലേ. ഇത് കണ്ടോ, ആ എല്ലയുടെ ആ റെഡ് കളറും നമ്മൾ ആ ടൗണിൽ നമ്മൾ നിർത്തിയപ്പോൾ എടുത്ത വീഡിയോ കണ്ടോ, യെല്ലോ കളറും റെഡ് കളറും ഒക്കെ. ഇവിടുത്തെ ഒരു ഓട്ടം സീസണിൽ വരുന്ന ഇലയുടെ കളർ ചേഞ്ചസ് ആണ് അതൊക്കെ. നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടെ ഒരു ലോലി ഷോപ്പ് കണ്ടപ്പം എസ്തർക്ക് അതിൽ നിന്ന് കുറേ ലോലി വേണം. എസ്തറൊക്കെ മേടിച്ച് കൈ പിടിച്ചിട്ടുണ്ട്. നല്ല രസം, നിറച്ച മിഠായി. പിള്ളേർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു ഇഷ്ടമുണ്ടല്ലോ. അത് കഴിഞ്ഞപ്പം ഇച്ചാൻ അവരുടെയൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കണേന്ന്. വലുതാക്കി കഴിയുമ്പോൾ പറയണ്ടേ നമ്മളിവിടെയൊക്കെ 2-3 പ്രാവശ്യം വന്നിട്ടുണ്ടെന്നൊക്കെ. അതുകൊണ്ട് ഫോട്ടോ എടുത്ത് വെക്കണേ. അങ്ങനെ നമ്മുടെ ഒരു ചെറിയ ബ്രേക്കിന് ശേഷം നമ്മുടെ ട്രിപ്പ് പിന്നെയും തുടരുകയാണ്. എനിക്ക് ആ മലയൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഒന്നുകൂടെ ഇങ്ങനെ വീഡിയോ എടുക്കുമായിരുന്നു. നല്ല ഭംഗിയായിട്ട് ചെടികളൊക്കെ ഇങ്ങനെ വെട്ടി നിർത്തിയേക്കുന്നതും. അയച്ചാൻ എന്നെ വിളിയോട് വിളിയാണ് നമുക്ക് പോകാമെന്നും പറഞ്ഞിട്ട്. നമ്മുടെ വണ്ടി അപ്പുറേ കിടക്കണം, റോഡിൻ്റെ അപ്പുറം. അപ്പോൾ നമ്മൾ ക്രോസ് ചെയ്ത് അപ്പുറേ പോകണം. ഇപ്പം ഇത് മേരീസ് വില്ല് നാച്ചുറൽ അട്രാക്ഷൻസ്, അതിൻ്റെ ഒരു മാപ്പൊക്കെ അവിടെ ഉണ്ട്. ഇവിടെയൊക്കെ ഒത്തിരി സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. നമ്മൾ അവിടെ പലവട്ടം പോയിട്ടുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ എല്ലായിടത്തൊന്നും അവിടെ കറങ്ങിയില്ല. കുറച്ച് ലോക്കലായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കറങ്ങി കണ്ടു. അത് നല്ല മനോഹരമായിട്ടാണ് ആ ടൗൺ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നല്ല വെറൈറ്റി പൂക്കളും ആ സീസണും നല്ലതായിരുന്നുണ്ട്. റോഡും ഒട്ടും റഷല്ലായിരുന്നു, നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ നമ്മുടെ യാത്ര നമ്മൾ കണ്ടിന്യൂ ചെയ്ത് നമ്മൾ വണ്ടി കയറി പോവുകയാണ്. മേരീസിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഒത്തിരി അകലമില്ല കേട്ടോ. ഒരു 1.5 കിലോമീറ്ററൊക്കെ ഉള്ളൂ സത്യം പറഞ്ഞാൽ. നമ്മൾ പോകുന്ന അന്നേരം ചിന്തിക്കണേ, നമ്മൾ ഈ ഫ്രീ വേ ഒക്കെ പോകുമ്പോഴത്തേക്കും 100-110 കിലോമീറ്റർ. ആ സ്പീഡിൽ പോകണം. പ്രകൃതി രമണീയമായ ആ മരങ്ങളുടെയൊക്കെ ഇടയിലൂടെയുള്ള യാത്ര മനസ്സിനൊത്തിരി സന്തോഷം തരുന്ന ഒരു യാത്രയാണ്. ഓസ്ട്രേലിയയുടെ ഭംഗി ഇതൊക്കെയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ അത് എഴുതണം കേട്ടോ. എനിക്കറിയാം ഇതൊരു ലോങ് വീഡിയോ എല്ലാവർക്കൊന്നും കാണാൻ ഇഷ്ടമുണ്ടാവില്ലെന്ന്. പക്ഷേ എന്നാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറ്റങ്ങളും കുറവുകളും എവിടെ നന്നാക്കണം എന്ന് വെച്ചാൽ അങ്ങനെയല്ല, എവിടെ നമുക്ക് ഇമ്പ്രൂവ് ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സജഷൻസ് തരാം കേട്ടോ. ഞാനിങ്ങനെ ഓർത്ത് ചുമ്മാ നമ്മൾ കാണുന്ന ഒരു കൊച്ചു ലോക്കൽ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ ഇഷ്ടമുള്ളവർക്ക് ഇപ്പോൾ കാണാൻ സാധിക്കാതെ എല്ലാവർക്കും ഇപ്പോൾ ഇവിടെ വരാൻ ഇതൊന്നും കാണാൻ സാധിച്ചോളന്നില്ലല്ലോ. ആഗ്രഹമുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അങ്ങനെ നമ്മൾ വണ്ടിയിലിരുന്ന് പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണിതൊക്കെ. ഇതൊരു വീടാണ് കേട്ടോ. നമ്മളിങ്ങനെ കുറച്ചുകൂടെ പോയി കഴിയുമ്പോൾ കുറേ വീടുകളിങ്ങനെ കാണും. ആ വീടിൻ്റെയൊക്കെ അവിടെ ആ ചെടിയൊക്കെ വെച്ചാൽ എന്ത് ഭംഗിയായിട്ടാണെന്നൊക്കെ, നല്ല രസമുണ്ട്. ഓരോ മരങ്ങൾക്കും അതിൻ്റേതായ ഒരു ഭംഗി തോന്നും. ഈ ചില സ്ഥലത്ത് നമുക്ക് ഈ ഒത്തിരി പഴയ ചർച്ചുകൾ കാണാം, ഇങ്ങനെ ആരും മെയിൻറ്റെയിൻ ചെയ്യാതെയും പൂട്ടിയൊക്കെ ഇട്ട് നശിച്ചു പോയതൊക്കെ. അത് കാണുമ്പോൾ നമുക്ക് സങ്കടം വരുവേ. പഴയ ജനറേഷൻസ് തുടങ്ങി വെച്ച പലതും പുതിയ ജനറേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാതെ പോയതൊക്കെ. ഇത് നമ്മൾ പോയപ്പോൾ കണ്ട ഒരു വാട്ടർഫോളുണ്ട്, അതിൻ്റെ വീഡിയോ ആണെന്ന് തോന്നുന്നു. നമ്മൾ ആ വാട്ടർഫോൾ കാണാൻ പോകുന്നതാണ്. പിള്ളേർ പറഞ്ഞു അവർ വരുന്നില്ല, അവരും അടുത്തെന്ന് പറഞ്ഞ്. അപ്പം അവർക്ക്
അവർ നേരത്തെ ഒരെണ്ണം കണ്ടായിരുന്നു ഒരു വാട്ടർഫോൾ. അപ്പം നമ്മൾ നിർബന്ധിച്ചില്ല. പിന്നെ അത് കുറച്ചുകൂടെ ഉണ്ട്, സ്റ്റീവൻസൺസ് വാട്ടർഫോൾ. അത് ഈ എസ്തറിൻ്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞില്ല, അതൊന്ന് 3 ആഴ്ച പ്ലാസ്റ്റർ ഇട്ടേക്കുമായിരുന്നു സ്പ്രെയിനായിട്ട്. അപ്പോൾ അതെടുത്ത് കളഞ്ഞതിന് ശേഷമൊക്കെ നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ജോർജ് പിന്നെ അന്നേരം കാറിൽ അവൾക്ക് കമ്പനിക്ക് വേണ്ടിയിരുന്നു. അപ്പോൾ നമ്മൾ ആ വാട്ടർഫോൾ കാണാൻ വേണ്ടി പോകുന്നതെന്ന്. നല്ല ഭംഗിയുള്ള വാട്ടർഫോൾ, നല്ല അകലെയെന്ന്. ഞാൻ ആക്ച്വലി ഇതിൻ്റെ വേറൊരു വീഡിയോ ഷോർട്സായിട്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വെള്ളച്ചാട്ടം ഇഷ്ടമുള്ളവർക്ക് ആസ്വദിക്കാൻ കഴിയും. ഞാൻ എൻ്റെ ടോപ്പിൽ നിന്ന് തുടങ്ങുന്നത്, ഏറ്റവും ടോപ്പിൽ നിന്ന്. ഇത് ആക്ച്വലി നമുക്ക് നടന്നു പോകാം, സൈഡിൽ കൂടെ ഒരു പാത്തുണ്ട്, എൻ്റെ ഏറ്റവും മേളിൽ പോകാം. പക്ഷെ അങ്ങോട്ടൊന്നും നമ്മൾ പോയില്ല, കാരണം പിള്ളേർ തന്നെയല്ലേ കാറിലിരിക്കുന്നത്. അത് കാരണം നമ്മൾ അങ്ങോട്ടേക്കൊന്നും പോയില്ല. എത്ര വർണ്ണിച്ചാലും മതിയാവാത്ത പ്രകൃതി മനോഹാരിത. ഫാൻ ട്രീസ് നിൽക്കുന്നുണ്ടോ എൻ്റെ ഇടയിൽ കൂടെയുള്ള വെള്ളച്ചാട്ടവും. ഈ ഒത്തിരി നടപ്പാതകളുണ്ട് മേളിട്ടും പല സൈഡുകളിട്ടും. നമ്മൾ എല്ലായിടത്തൊന്നും പോയൊന്നുമില്ല. അങ്ങനെ പല സ്റ്റെപ്പുകളും. നടക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചുമ്മാ ഒരു വാക്കിങ്ങിനൊക്കെ പോകാം, കൂട്ടൊക്കെ കൂടി. ഓരോ സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട് അതെന്താണ്, എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ. അപ്പം നമ്മൾ തിരിച്ച് വണ്ടി കയറി നമ്മുടെ യാത്ര തുടരുകയാണ്. ആ സ്റ്റീവൻസ് വാട്ടർഫോൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി അങ്ങോട്ട് പോയത് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ലഞ്ച് കഴിച്ചു. പിന്നെ നമ്മൾ ഡിന്നറിനുള്ളത് നമ്മൾ നോക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നേരത്തെ ഡെസ്റ്റിനേഷനിൽ എത്തണം. അപ്പോൾ നമുക്ക് ഒത്തിരി സമയം അങ്ങനെ തങ്ങി നിൽക്കാൻ പറ്റില്ല എല്ലായിടത്തും. മനോഹരമായ ചില കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ കണ്ടതിൻ്റെയൊക്കെ നമ്മൾ വീഡിയോകളെടുത്തു. നല്ല രസമുണ്ടായിരുന്നു ഡ്രൈവ് ആണ്. ഞാൻ ഇതിൻ്റെ വീഡിയോ ഞാൻ ആക്ച്വലി വേറെ എടുത്തിട്ടായിരുന്നു. ഈ ചെടികളുടെ ആ ഒരു മേപ്പിൾ ട്രീയുടെ ആ റെഡ് കളറിലുള്ളത് നല്ല ആ ഒരു ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നേ. ഇവിടെ ആക്ച്വലി ബ്രൈറ്റ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഇങ്ങനെ ഓട്ടം ലീവ്സ് ഫോളോ ചെയ്യാൻ അവിടെ ഇങ്ങനെ ആളുകൾ ഒത്തിരി പോകും കാണാൻ. നല്ല ഭംഗിയുള്ള, നമ്മൾ പലവട്ടം പോയിട്ടുണ്ട്. ആ ഒരു ഫീല് പോലെ എനിക്ക് തോന്നി. അത്രയൊന്നും ഇല്ലത്, എന്നാലും അതുപോലെയുള്ള മരങ്ങൾ. ഇത് ഡ്രൈവാണ്. അവിടെ ഇങ്ങനെ ചില വീടുകളിട്ടുള്ള വഴിയാണ് ആക്ച്വലി ഇത്. അവിടെയും ഇവിടെയും ഒക്കെ ഇങ്ങനെ വീടുകളും കാണാം നമുക്ക് സൈഡിൽ കൂടെ. ഇവിടുത്തെ പിന്നെ ഒരു പ്രത്യേകത, വീടിൻ്റെ ഉള്ളിലൊക്കെ ആളുണ്ടെങ്കിലും പുറത്തൊന്നും ഒരു മനുഷ്യരെയും കാണില്ല. എല്ലാവരും ഇങ്ങനെ എംറ്റിയാണ്. എനിക്കൊന്നും ഇപ്പോൾ നാട്ടിലും അങ്ങനെയൊക്കെയാണ്, പുറത്ത് ഒത്തിരി ആൾക്കാരെ അങ്ങനെ കാണില്ലല്ലോ. ഇവിടെ നമ്മുടെ വീട്ടിലാണെങ്കിൽ തന്നെ നമ്മൾ നെയ്ബേഴ്സിനെ അങ്ങനെ എപ്പോഴൊന്നും കാണില്ല. തൊട്ടപ്പുറപ്പുറമൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ എല്ലാവരും വണ്ടിയിൽ വരുന്നു, നേരെ വണ്ടി ഗരാജിട്ട് കയറ്റുന്നു, വീട്ടിലേക്ക് കയറുന്നു. അങ്ങനെ പുറത്ത് ഒത്തിരി നമ്മൾ ആൾക്കാരെ എപ്പോഴും കാണാറില്ല. കണ്ട് ഇത്രയും വീടുകളൊക്കെ ഇവിടെ ഉണ്ട്, പക്ഷേ നമ്മളാരെയും കണ്ടൊന്നുമില്ല. നല്ല ഒരു സർക്യൂട്ടായിരുന്നു ഇത്. അപ്പം നമ്മുടെ വണ്ടി ഇങ്ങനെ കറങ്ങി വരികയാണ്. പുതിയ വീടുകളാണെന്ന് തോന്നുന്നു, ഒത്തിരി പഴയ വീടുകളല്ല ഇതൊന്നും ആക്ച്വലി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്കറിയാം ഇതൊരു 48 മിനിറ്റ് ഉണ്ട് വീഡിയോ. ഇപ്പോൾ ആക്ച്വലി നിയർലി 30 മിനിറ്റ് ആയിട്ടുള്ളൂ. ഇനി ഒരു 80 മിനിറ്റോടെ ഉണ്ട്. എല്ലാവർക്കും അതൊന്നും കാണാനുള്ള പേഷ്യൻസ് ഉണ്ടാവില്ല. ഇഷ്ടമുള്ളവർക്ക് കാണാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് കാണാം. ഓസ്ട്രേലിയയുടെ വിക്ടോറിയയിലെ ഉൾഗ്രാമപ്രദേശങ്ങളിലൂടെ എന്ന് പറയാം ആക്ച്വലി ഉള്ളൊരു ഡ്രൈവ്. അപ്പോൾ പിള്ളേരുടെ സ്കൂൾ ഹോളിഡേയുടെ സമയത്താണ് നമ്മൾ ഈ ട്രിപ്പ് പോയത്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇങ്ങനെ ഹോളിഡേ വരുമ്പോൾ നമ്മളിങ്ങനെ പോകും. അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു സ്ലീപ്പ് ഓവർ ഒരു ദിവസമൊക്കെ ചെയ്തിട്ട് നമ്മൾ 1-2 ദിവസമൊക്കെ കേട്ടോ നമ്മൾ പോയിട്ട് പോരും. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ നമ്മുടെ അടുത്ത സ്ഥലത്തായിട്ടുള്ള യാത്രയിലാണ്.
അധികം തന്നെ ഈ മലകളൊക്കെയാണ് കാണുന്നത്. നല്ല ഭംഗിയുള്ള പണ്ടൊക്കെ നമ്മുടെ ചെറുപ്പത്തിൽ, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ശരിക്കും പറഞ്ഞാൽ നാട്ടിലൊക്കെ പന്ത് കളിക്കാനുള്ള സ്ഥലം പോലെ എന്ന് പറയും പോലെ കുറേ മൈതാനം പോലെ കുറേ സ്ഥലങ്ങളുണ്ട്. നല്ല ഭംഗിയിൽ നിൽക്കുന്ന കുറേ മരങ്ങളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവിടെ ഓരോ വീടുകളുണ്ട്, ഓരോ കെട്ടിടങ്ങളുണ്ട്. അങ്ങനെ നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ് അവിടെ ആക്ച്വലി സ്ഥലങ്ങളൊക്കെ കാണാൻ. നല്ല മനോഹരമായ പുൽമേടുകൾ. അവിടെ ആ കാങ്കരി വന്നോണം ആ സൈഡിൽ നിന്ന് പക്ഷെ പോയത്. നമ്മൾ വണ്ടി അങ്ങ് സ്പീഡിൽ പോകുമ്പോൾ നമുക്കങ്ങനെ ഫോക്കസ് ചെയ്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇത് ഞാൻ മുമ്പിലിരിക്കുമായിരുന്നു ഈ പ്രാവശ്യമേ. അപ്പം ഞാൻ മുമ്പിലിരുന്നപ്പം നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലിരുന്നപ്പം എടുത്തതാണ് ഈ വീഡിയോ. നല്ല രസമുള്ള ഒരു ഡ്രൈവായിരുന്നു. നമ്മുടെ 2 ദിവസത്തെ ട്രിപ്പ് നമ്മൾ നന്നായി എൻജോയ് ചെയ്തു. ഇച്ചാനാണ് മിക്ക സമയം വണ്ടി ഓടിച്ചത്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ട്രിപ്പിന് പോകുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ മാറി മാറി ഓടിക്കേ. ഇപ്രാവശ്യം ഒരു വണ്ടി ഓടിക്കാനുള്ള മൂഡ് എനിക്കില്ലായിരുന്നു. ഇങ്ങനെ ഇതെല്ലാം കണ്ട് പോകാനുള്ള മൂഡായിരുന്നു. അത് കാരണം ഞങ്ങൾ വണ്ടി ഓടിക്കൽ ദൗത്യം ഇച്ചായനെ തന്നെ ഏൽപ്പിച്ചു. പിന്നെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ജോർജി വണ്ടി ഓടിച്ചു. ജോർജിക്കും വണ്ടി ഓടിക്കാം. ഫുൾ ലൈസൻസ്ഡ് അല്ല, എല്ല് വെച്ചിട്ട് ലേണറാണ്. അപ്പം നമ്മളടുത്തിരുന്നാൽ മതി ഒരാൾ. സേഫായിട്ട് ഓടിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ അവന് കൊടുത്തു. കാരണം ഇവിടെ ഒന്നും വലിയ തിരക്കില്ലല്ലോ, നമുക്ക് കാണാം. പക്ഷേ ഇത് ശരിക്കും ഭയങ്കര സ്പീഡിലായിരിക്കും പോകുന്നത്. ഇപ്പോൾ 80-ലൊക്കെ പോകും. അപ്പോൾ ഒത്തിരി അങ്ങോട്ട് സ്പീഡിൽ പോകേണ്ട സ്ഥലത്തൊക്കെ ഒരു 100 above ഒക്കെ പോകുന്ന സ്ഥലത്ത് നമ്മൾ കൊടുക്കില്ല. അല്ലാത്തടത്തൊക്കെ കുറച്ച് നേരം നമ്മൾ കൊടുക്കും. ഇപ്പോൾ ഒരു കാർ അവിടെ കിടക്കണമുണ്ടോ, ചിലപ്പോൾ അത് ക്യാമറയായിരുന്നായിരിക്കും. ഈ സ്പീഡ് ക്യാമറാസൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കൊണ്ട് വയ്ക്കും ഇവർ. അതുകൊണ്ട് നമ്മൾ ഓവർ സ്പീഡ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. നമ്മളങ്ങനെ ചെയ്യാറുമില്ല കേട്ടോ. നമുക്ക് കറക്റ്റ് സ്പീഡിൽ പോയാൽ നമ്മൾ ധൃതി പിടിച്ചൊന്നും അല്ലല്ലോ അങ്ങോട്ട് പോകുന്നത്. നമ്മൾ യാത്ര എൻജോയ് ചെയ്യുമല്ലേ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഓസ്ട്രേലിയയുടെ മെൽബണിൻ്റെയൊക്കെ വിക്ടോറിയയുടെ ഒരു ഗ്രാമാന്തരീക്ഷമൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റിയല്ലോ, മനസ്സിലായല്ലോ എന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെ എനിക്ക് തോന്നുന്നത് അവിടെ ഈ ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ കന്നുകാലികൾ മേയുന്ന കാണാം. അവരിങ്ങനെ കെട്ടിയിടുമൊന്നുമില്ല. അതുങ്ങളിങ്ങനെ ഇത് ഓക്കെ, അതല്ല. സാധാരണ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇഷ്ടംപോലെ കൂട്ടമായിട്ട് നിൽക്കുന്നത് കാണാം. ഇവിടെ ഇപ്പം ഒന്നും കാണുന്നില്ല ബേസിക്കലി. എവിടേക്കോ ചില സ്ഥലങ്ങളിൽ ഞാൻ ആക്ച്വലി കണ്ടായിരുന്നു. ഈ വീഡിയോയിൽ മിക്കവാറും വരുമായിരിക്കും കേട്ടോ. ഇപ്പം നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചു പോകുന്ന വീഡിയോ ആണ് ബേസിക്കലി ഇതിനകത്ത് അധികവും. ഓക്കെ, കണ്ട കറുത്ത കളറിൽ കണ്ട വലിയ എരുമയാണെന്ന് തോന്നുന്നു. അതേ കന്നുകാലിയാണോ നിങ്ങൾ കണ്ടൊന്നും ഞാൻ വിചാരിക്കുന്നില്ലെങ്കിൽ വീഡിയോ ഒന്ന് റീവൈൻഡ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ആക്ച്വലി അത് ഒത്തിരി വലുതാണ്. നമ്മൾ ഈ വീഡിയോയിൽ നമുക്ക് ചെറുതായിട്ടേ തോന്നുള്ളൂ. അവരിങ്ങനെ തന്നെ മേഞ്ഞ് തന്നെ കൂട്ടിലൊക്കെ കയറി അങ്ങനെയുള്ള അവർക്കൊക്കെ വെൽ ട്രെയിൻഡാണ് ബേസിക്കലി. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഇങ്ങനെ അവർക്ക് ഒത്തിരി ഫാം ലാൻഡും ഒത്തിരി അനിമൽസും ഒക്കെ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ ആഴ്ചയിലൊരിക്കലോ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാൻ വരുവുള്ളത്. ഞാൻ നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ചോദിക്കുമ്പോൾ അവരെന്നോട് പറഞ്ഞാൽ അവർ പ്രത്യേകിച്ച് അങ്ങനെ ഒരു മെയിൻ്റെനൻസ് ഒന്നുമില്ല, അവർക്കെല്ലാം അറിയാവുന്ന ആനിമൽസിന്.
ഇത് വണ്ടി ഒത്തിരി സ്പീഡിൽ പോകും, അത് കാരണം നമുക്കൊന്നും അങ്ങോട്ട് ശരിക്കും കാണാൻ പറ്റാത്തത്. പക്ഷേ എന്നാലും ആ ഒരു നാച്ചുറൽ ബ്യൂട്ടി നിങ്ങൾ ആസ്വദിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കിപ്പോൾ അടുത്തത് ഏതാണ്, ഇപ്പോൾ വല്ല അനിമൽസിന് വല്ലതും വരുമോ അങ്ങനെയൊന്നും അറിയില്ലാത്ത കാരണം നമുക്ക് നേരത്തെ അങ്ങനെ വീഡിയോ എടുക്കാനും പറ്റില്ല. പിന്നെ ഫുൾ ടൈം ഈ ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കാനും പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ കുറേ എടുത്തു, അത്രയേ ഉള്ളൂ. പിന്നെ ഏറ്റവും ഉപരി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതൊക്കെ നല്ലതായി കാണുക, എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. വണ്ടി മാക്സിമം ഈ സ്പീഡ് കുറച്ച് പോയ സമയത്താണ് ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിച്ചത്. കാരണം ഭയങ്കര സ്പീഡിൽ പോകുന്ന സമയത്ത് ഒന്നും കിട്ടില്ല ശരിക്കും. അവിടെ ഇവിടെ വീടുകളൊക്കെ കണ്ടോ, ഓരോ വീടുകൾ അവിടെയും ഇവിടെയും ഒറ്റപ്പെട്ടുള്ളത്. കൺട്രി സൈഡിൽ ലിവ് ചെയ്യാൻ ഒത്തിരി ആളുകൾക്ക് ഇഷ്ടമുണ്ട്. അവരവിടെ ഒത്തിരിയും സെറ്റിലായിട്ട് ജീവിക്കുന്നവരായിരിക്കും. കൺട്രി സൈഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യത്തിന് സാധനങ്ങളെല്ലാം അവിടെ കിട്ടുകയും ചെയ്യും. അവർക്കൊരു ഷോപ്പും ഉണ്ടാവും. നമ്മുടെ നാട്ടിൻപുറം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആളുകൾക്ക് അറിയാം. അതൊക്കെയാണ് അതിൻ്റെ അവിടെ കൺട്രി സൈഡിൻ്റെ ഒരു പ്രത്യേകത. ഒരു ചെറിയൊരു ടൗൺഷിപ്പ് അതിനോട് അനുബന്ധിച്ച് കാണും. അവരുടെ ആവശ്യത്തിനുള്ള കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടാവും. അങ്ങനെ ഇത് ഞാൻ വണ്ടിയുടെ ഫ്രണ്ടിലിരുന്നപ്പോൾ എടുത്ത വീഡിയോകളാണ്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങനെ പോവുകയാണ്. ഓക്കെ, നമ്മൾ അവിടെ നമ്മളുടെ രണ്ടാമത്തെ സ്റ്റേ ഓവറിൻ്റെ സ്ഥലത്തെത്തി. ഇവിടെയാണ് നമ്മൾ ഇന്ന് സ്ലീപ്പ് ഓവർ. അപ്പോൾ ആ മുറിയാണ് സ്ലീപ്പ് ഓവറിന് വന്ന മുറിയാണ് ബേസിക്കലി. അതിൻ്റെ ഔട്ട് സൈഡാണ്, ആ മോട്ടലിൻ്റെ ഔട്ട് സൈഡാണ്. ഏകദേശം ഈവനിങ് ആയി. ഇനിയിപ്പോൾ നമുക്ക് ഡിന്നർ കഴിക്കാൻ എവിടെയെങ്കിലും പോകണം. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഡിന്നർ എന്ന് പറയുമ്പോൾ ഇവിടെ ശരിക്കും ഡിന്നർ ഒരു വൈകിട്ട് ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും തുടങ്ങും കേട്ടോ. അവർ ഒത്തിരി ലേറ്റ് ഡിന്നറിൻ്റെ ആൾക്കാരല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം എവിടെയെങ്കിലും പോകണം, ഒന്ന് ഫ്രഷായി ഡിന്നർ കഴിക്കാൻ പോകണം. അതിൻ്റെ ഇടയ്ക്ക് എസ്തേർക്ക് അവിടെ ഒരു പൂളുണ്ടായിരുന്നു കണ്ടോ. എസ്തേർക്ക് അവിടെ ആ പൂളിൽ ഇറങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം. അതാണ് സാധാരണ ഈ പൂളൊക്കെ ഒരു വാം പൂളായിരിക്കും, പക്ഷേ ഇതാണെങ്കിൽ ഒരു വാമും അല്ലായിരുന്നു. പിന്നെ അവളെ അവിടെ ഇറക്കി കുറച്ച് നേരം പൂളിലൊക്കെ ഇറങ്ങി കളിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോകുന്നതാണിത്. ഞാൻ ആക്ച്വലി ആ പ്ലേസിൻ്റെ പേര് മറന്നുപോയി. നല്ല രസമാണ്. ഒരു സൈഡിൽ ഇങ്ങനെ വെള്ളം, കുറേ ബോട്ടുകളും ആ ഒരു നമ്മൾ ഡിന്നർ കഴിക്കുന്ന ഹോട്ടലാണ് അവിടെ കാണുന്നത്. ഇതൊരു ഡാമാണ് കേട്ടോ. അവിടെ കുറേ ബോട്ടുകളും ഒക്കെ കണ്ടോ. കുറേ പേര് വന്നിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ ഈ ഹോട്ടലിൻ്റെ റിവ്യൂ നോക്കി ഒത്തിരി നല്ലതായിരുന്നു. നേരത്തെ നമ്മൾ ട്രിപ്പിന് വന്നപ്പോഴും നമ്മൾ വന്നിട്ടുമുണ്ട് അവിടെ. അതുകൊണ്ട് നമ്മൾ ഈ സ്ഥലം തന്നെ ചൂസ് ചെയ്തു. അങ്ങനെ താഴോട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറേ ബോട്ടുകൾ ഇങ്ങനെ കിടക്കുന്നു, കുറേ മലകൾ, നല്ല നാച്ചുറൽ ബ്യൂട്ടി. അപ്പോൾ നമുക്ക് ആ ഹോട്ടലിൻ്റെ മുകളിൽ കയറി ഇത് നമ്മുടെ ആ പഴയ വീഡിയോ ആണ് കേട്ടോ. ആക്ച്വലി നമ്മൾ ആ ഹോട്ടലിൽ ഫുഡ് കഴിക്കാനിരുന്നതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ ആക്ച്വലി ക്ലിപ്പ് എനിക്ക് ആദ്യം എൻ്റെ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കുവാണ്. ബേസിക്കലി ഓർഡറൊക്കെ ചെയ്തിട്ട് നമ്മളിരുന്നത് ആ ഹോട്ടലിൻ്റെ മേളിലത്തെ ഒരു ഔട്ട് സൈഡിനോട് ചേർന്നുള്ള സ്ഥലത്തായിരുന്നു. ഓർഡർ ചെയ്ത് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പതുക്കെ ഡാർക്കായി തുടങ്ങി, ചെറിയ തണുപ്പുണ്ട്. ഞാൻ ജാക്കറ്റ് ഇട്ടേക്കണം, ഇച്ചായം ജമ്പർ ഇട്ടേക്കണം. നമ്മുടെ ഫുഡൊക്കെ വന്നു. ഓക്കെ, നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ പോകുന്നതിന് മുമ്പുള്ള വീഡിയോ ആണ്. നമ്മളങ്ങനെ ഭയങ്കര വാചകടിയിൽ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൊക്കെ മാത്രമേ ഞാൻ ഈ ഫോൺ എടുത്തോളൂ കേട്ടോ.
അന്നേരം ആക്ച്വലി അപ്പുറത്ത് നമ്മുടെ ഫ്രണ്ടിലിരുന്ന ഒരു കൊച്ചിൻ്റെ എങ്ങാണ്ട് ആരുടെയോ കയ്യിൽ നിന്ന് ഒരു പ്ലേറ്റ് താഴ്ചെടുപ്പി. ആ പ്ലേറ്റിനകത്ത് ഒത്തിരി ഫുഡ് ഉണ്ടായിരുന്നു. അത് കഴിക്കാൻ വേണ്ടിയുള്ള അതുകൊണ്ട് ഫിഷ് എല്ലാം വന്ന് നിൽക്കുന്നത് കൊണ്ട് അത് ഫിഷ് അത് ശരി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ആ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ ഫിഷ് ഓടി കളിക്കുന്നു. ആരുടെയോ കയ്യിൽ നിന്ന് ആ മേളിൽ നിന്ന് ഒരു പ്ലേറ്റ് താഴെ പോയി. ആ പ്ലേറ്റ് പൊട്ടിയും പോയി. അതാണ് ആക്ച്വലി ആ വൈറ്റ് കളറിൽ കിടക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഫുഡ് ഉണ്ടായിരുന്ന ഫുഡ് കഴിക്കാൻ വേണ്ടി ഫിഷ് എല്ലാം കൂടെ വന്നാണ്. ചെറിയൊരു വെട്ടം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത് അത്രയും കിട്ടിയത്. ഇപ്പോൾ നിറയെ ഫിഷുള്ള സ്ഥലമാണെന്ന് മനസ്സിലായല്ലോ ആ ഡാം. ഇവിടെ അങ്ങനെ നമുക്ക് ലൈസൻസ്ഡ് അല്ലാതെ ഫിഷിനെ ഒന്നും പിടിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ആവേശത്തോടെ കഷ്ടപ്പെട്ടാൽ നടക്കുന്ന കാലം അത്ര ശരിയായില്ല. അപ്പോൾ ഹോട്ടലിലെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് നമ്മുടെ സ്ഥലത്തേക്ക് പോവുകയാണ്. ബ്യൂട്ടിഫുൾ ഫുഡായിരുന്നു കേട്ടോ, നല്ല യമ്മി ഫുഡായിരുന്നു. ബ്യൂട്ടിഫുൾ പ്ലേസാണ്. നമ്മുടെ വണ്ടി ഇതാണ്. അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറി തിരിച്ച് നമ്മുടെ മോട്ടൽ റൂമിലേക്ക് നമ്മൾ പോവുകയാണ്. പെട്ടെന്ന് അങ്ങ് ഇരുട്ടായി ശരിക്കും. ഓക്കെ, ഇതാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം, ഈൽഡൻ ലേക്ക് മോട്ടൽ. അപ്പോൾ അവിടെ സൈഡിൽ ഇരുന്നുകൊണ്ട് ആൾക്കാർ വേറെ ബാർബിക്യൂ ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ. പക്ഷെ നമ്മൾ ഓൾറെഡി ഫുഡൊക്കെ കഴിച്ചതാണ്, അതുകൊണ്ട് നമ്മൾ നേരെ പോയി കിടന്നു. നേരം വെളുത്ത് നമ്മുടെ ട്രിപ്പ് നമ്മൾ പിന്നെയും ആരംഭിച്ചു. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ 2 ദിവസമായിരുന്നു നമുക്ക് ബേസിക്കലി സ്ലീപ്പ് ഓവർ. കുറേ നേരം വണ്ടി ഓടിച്ചു, പക്ഷെ നമുക്ക് ഒട്ടും ടയേർഡായിട്ട് ഫീൽ ചെയ്തില്ല. കാരണം നമ്മൾ ആവശ്യത്തിന് ബ്രേക്ക് എടുത്തു. നമ്മൾ രാത്രി നന്നായി കിടന്നുറങ്ങി. എൻജോയ് ചെയ്യാനുള്ളതെല്ലാം നമ്മൾ എൻജോയ് ചെയ്തു. ഒട്ടും റഷ് ചെയ്യാതെ എല്ലായിടത്തും വണ്ടി നിർത്തി ആവശ്യത്തിന് ആഹാരം കഴിച്ചു, വർത്താനം പറഞ്ഞു, പാട്ടും പാടി, കളിച്ചും ചിരിച്ചും കുറേ കഥയും പറഞ്ഞു ഒക്കെ നമ്മൾ എൻജോയ് ചെയ്ത ഒരു ട്രിപ്പ്. അപ്പോൾ നമ്മൾ പിള്ളേരുടെ സ്കൂൾ തുറക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഒരു കൊച്ചു ഉല്ലാസയാത്ര അതങ്ങനെ തീർന്നു. അപ്പോൾ പോണ വഴിക്ക് ഞാൻ എടുത്ത കുറച്ച് വീഡിയോസാണ്. ഈ പോണ വഴിക്കാണ് ആക്ച്വലി ഞാൻ ഈ മുന്തിരി വള്ളികളൊക്കെ വെട്ടി നിർത്തിയിരിക്കുന്നതും ഒക്കെ കണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോയും ഈ കൂടെ കണ്ടതാണ്. പിറ്റേദിവസം രാവിലെ നമ്മൾ വെളുപ്പിന് പോകും. അപ്പോൾ ഇങ്ങനെ നന്നായിട്ടങ്ങ് വെട്ടം വരുന്നതേ ഉള്ളേ. റോട്ടിലൊന്നും വലിയ തിരക്കില്ല. ജോർജിയാണ് വണ്ടി ഓടിക്കുന്നത്. അതെ, ജോർജിയ വണ്ടി ഓടിക്കുന്നത്. വലിയ തിരക്കൊന്നും ഇല്ലാത്ത കാരണം അവന് ലേണേഴ്സ് പ്ലേറ്റ് വെച്ച് വണ്ടി ഓടിക്കാൻ കൊടുത്തു. നമ്മൾ വന്ന വഴിയിലൂടെയല്ല നമ്മൾ തിരിച്ചു പോകുന്നത്, ആക്ച്വലി വേറൊരു വഴിയിലൂടെയാണ്. എന്നാലും ഭൂപ്രകൃതിയൊക്കെ സെയിം തന്നെ. കുറേ ഫാൻ ട്രീസും ഒക്കെ ഉണ്ട്. ഈ ഫാൻ ട്രീ ഒക്കെ കാണുമ്പോൾ മനസ്സിന് വേറൊരു ലോകത്തിൻ്റെ ഒരു പ്രതീതി പോലെ തോന്നും. ചില സ്ഥലത്ത് ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ പോകുന്നതുകൊണ്ടാണ്. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടക്കുറവുണ്ടെങ്കിൽ വീഡിയോ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് കണ്ടാൽ മതി കേട്ടോ. ചില സ്ഥലങ്ങളിലേ ഉള്ളൂ, അത് കഴിയുമ്പോൾ വണ്ടി അങ്ങ് സ്ലോ ആകുമ്പോൾ ഓക്കെ ആവും. നല്ല രസമുള്ള പാർക്കാണെന്ന് തോന്നുന്നത്. ഇത് ഞാനാണ്. ഇച്ചായന് മുമ്പിലിരിക്കുന്നു, ജോർജി വണ്ടി ഓടിക്കുന്നു, എസ്തർ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചിട്ട് എൻ്റെ വീഡിയോ എടുത്തു. ഞാൻ പറഞ്ഞാണ് ഫ്രണ്ടിലത്തെ വ്യൂ ഒക്കെ വീഡിയോ എടുത്തോളാം. ഇതാട്ടോ മുന്തിരിത്തോപ്പ്. ഞാൻ പറഞ്ഞില്ലേ ആ മുന്തിരി ഇങ്ങനെ കെട്ടി നിർത്തിയേക്കുന്ന സൈഡിലുണ്ടായിരുന്നു. ഒന്ന് ഇച്ചിരി വീഡിയോ ബാക്ക് അടിച്ച് നോക്കിയാൽ മതിയേ. ഇനി ഫോർവേഡ് വന്നാലും കാണാം. ഈ കാണുന്നത് മുന്തിരിത്തോപ്പാണ്. ഇവിടുത്തെ മുന്തിരിത്തോപ്പിന് ഒട്ടും പൊക്കമില്ല, പൊക്കം കുറഞ്ഞതാണ്. നമ്മൾ നാട്ടിലൊക്കെ നമ്മൾ കണ്ടേക്കണ ഇങ്ങനെ വലുത് മേളിൽ നിന്ന് ഇങ്ങനെ മുന്തിരി പറിച്ചെടുക്കുന്നതാണല്ലോ. ഇതിങ്ങനെ താഴെ നിന്നാണ് ആക്ച്വലി പറിച്ചെടുക്കുന്നത്.
പൊക്കം കുറഞ്ഞ മുന്തിരിത്തോപ്പുകളാണ് അവിടുത്തെ. വിന്യാഡിൻ്റെ എല്ലാ സീൻസും കഴിഞ്ഞു എന്നെനിക്ക് തോന്നുന്നു. കാരണം ഞാൻ ഒത്തിരി കണ്ടിരുന്നു, പക്ഷെ ഞാനത് എടുക്കാൻ പോയപ്പോഴേക്കും ആക്ച്വലി നമ്മളത് പാസ് ചെയ്തു പോയി. അത് കാരണം ഫുൾ വീഡിയോ എടുത്തില്ല ഞാൻ. നമുക്ക് രാവിലെ ആക്ച്വലി ഇവിടെ എത്തണമായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മൾ വെളുപ്പിനെ തന്നെ പോന്നു. അങ്ങനെ തിരിച്ച് നമ്മൾ നമ്മുടെ വീട്ടിലെത്താറായി. ഇനി 2 മിനിറ്റും കൂടി ഉള്ളൂ, നമ്മൾ വീട്ടിലെത്തും. അപ്പോൾ മുഴുവൻ വീഡിയോ ഒന്നും എനിക്ക് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ഈ ഒരു കൊച്ചു യാത്രയുടെ വീഡിയോ, അതുപോലെ എൻ്റെ ഒരു കൊച്ചു വിവരണവും ഒക്കെ ഓക്കെയാണ് എന്ന് വിശ്വസിക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് കമൻ്റ് ഇടാം കേട്ടോ, എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വേണമെന്നുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ട്രിപ്പിന് പോകുമ്പോൾ ഞാനത് നിങ്ങളിടുന്ന കമൻറ്റ് ഞാൻ കൺസിഡർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം താങ്ക്സ് എവരി വൺ ഫോർ വാച്ചിങ്. നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലോട്ട് വരുന്നതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തില്ല. നമ്മൾ ആ വീട്ടിൻ്റെ തിരിച്ചു വരുന്ന വഴിയിലുള്ള ചില സ്ഥലങ്ങളാണ്. മനോഹരം എന്നെനിക്ക് തോന്നിയതിൻ്റെയൊക്കെ പറ്റിയത് കുറേയൊക്കെ ഞാൻ എടുത്തു തിരിച്ചു വരുന്ന ടൈമിൽ. നമ്മൾ ഇടയ്ക്കൊന്ന് നിർത്തിയായിരുന്നു, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നു. എല്ലാം ഒന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. ഇത് മുന്തിരിത്തോപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ. പിന്നെ കുറേ പച്ചപ്പുകളും പിന്നെയും മുന്തിരിത്തോപ്പ്. അത് പക്ഷേ നമ്മൾ ഇത്തിരി ഫാസ്റ്റായി പോകുന്നതുകൊണ്ട് അത് അത്ര ക്ലിയർ അല്ല. നമ്മൾ ഒത്തിരി മുന്തിരിത്തോപ്പുകൾ കണ്ടിരുന്നു, ഈ കാണുന്നതും. അത് ഗ്ലാസ് പൊക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഗ്ലാസ് താത്തിയിട്ടു കണ്ടോ, നല്ല നിരയായിട്ട് നിർത്തിയിരിക്കുന്നത് കണ്ടോ. അതാണ് ഇവിടുത്തെ മുന്തിരിത്തോപ്പ്. പക്ഷെ മുന്തിരിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ, എൻ്റെ ആ സീസൺ കഴിഞ്ഞായിരുന്നു നമ്മൾ പോണ സമയത്ത്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല. ഇത് ഏകദേശം നമ്മുടെ വീടിൻ്റെ അവിടെ അടുത്തു. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു.